ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ട ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാലോ. അപ്പോൾ ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ ഏതെണ്ണയാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഞാനിതിലേക്ക് ഉള്ളി നൈസായിട്ട് അരിഞ്ഞതുണ്ട് കേട്ടോ. ഒരു 4-5 ഉള്ളിയൊക്കെ എടുത്തിരുന്നു. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വലിയ ഉള്ളിയിൽ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ 4-5 എടുത്തിറക്കണം. എന്നിട്ട് ഞാനത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. ഇനി നമ്മൾ നന്നായി വഴറ്റണം കേട്ടോ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതാ മുരിങ്ങ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇല ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാമല്ലോ, അത് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ മുരിങ്ങയില നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു, ഉപ്പൊക്കെ പാകത്തിലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മളിതാ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ട് വേണം കേട്ടോ നമ്മളിത് മുട്ട അങ്ങനെ പൊട്ടിച്ച് കൊടുക്കാൻ. എന്നിട്ടിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. മുട്ട നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കട്ടയൊന്നുമില്ല, അത് നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് ഉപ്പേരി പോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 3 മുട്ടയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക മോഡൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പറാണ്, ഞാൻ കഴിച്ചിറക്കുന്നു. ഞാൻ പറയുന്നതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് മുരിങ്ങയിലയും കൂടി ചേർത്തപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില നല്ലതുമാണല്ലോ, നമുക്ക് ഇലക്കറിയായിട്ട് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നല്ലതുപോലെ കളറൊക്കെ വെച്ച് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ആണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമ്മളിവിടെ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപ്പേരി പോലെ ആക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.